ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലിപ് ബാം ഉണ്ടാക്കുകയാണ്. ദിവസമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലിപ്പത്തെ ഡ്രൈനെസ് കുറയും, അതേമാതിരി ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, പിന്നെ സോഫ്റ്റ് ആവും, പിന്നെ കളറ് ഒന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചൊരു പിങ്കിഷ് കളർ, ആ ബീറ്റ്റൂട്ടിൻ്റെ കളർ ഉണ്ടല്ലോ ലൈറ്റായിട്ട് അങ്ങനത്തെ ഒരു കളറൊക്കെ വരും, ടിൻ്റൊക്കെ ലിപ്പിൽ വരും. പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ ഗ്ലിസറിൻ കിട്ടാത്തവരാണെങ്കിൽ ഗ്ലിസറിൻ അവിടെ അതൊക്കെ ഉണ്ടാവുന്നതാണ് ഒന്നും കൂടി അടിപൊളി റിസൾട്ട് ഉണ്ടാവുക. എന്നാലും റിസൾട്ട് ഉണ്ടാവും, അതിൻ്റെ ഒരു ഗ്ലിസറിൻ്റെ ഒരു കുറവ് അതിൽ കാണും. പിന്നെ ഉള്ളവരൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഗ്ലിസറിൻ പിന്നെ നമ്മളെ നോർമൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. മരുന്നൊക്കെ കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ പോയി ഗ്ലിസറിൻ ചോദിച്ചാൽ അവിടെ ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ ഇ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ഫസ്റ്റ് വൺ ബീട്രൂട്ട് വേണം, ഗ്ലിസറിൻ വേണം, അലോവേറ ജെല്ല് വേണം, പിന്നെ നെയ്യ് വേണം. നെയ്യില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി, അതെല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക, അങ്ങോട്ട് അതിൻ്റെ തൊലി കളയുക. ഇപ്പം ഞാൻ തൊലി കളയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്, കാരണം എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിൽ ജാറിലൊക്കെ ഇട്ട് അരയാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കൈയൊന്നും മുറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെറിയൊരു സൈസ് എടുത്തിട്ടുള്ളൂ ബീട്രൂട്ട്, കാരണം ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ഉണ്ടാക്കുക, അതിനൊന്നും അത്യാവശ്യം സാധനം കിട്ടും കേട്ടോ. ഒരു കുഞ്ഞ് ബീട്രൂട്ടാണ് എടുത്തത്. ഇനി കൂടുതൽ ആൾക്കാർക്കൊക്കെ വേണ്ടവർ 2-3 ബീട്രൂട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ടാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കണ്ട, അങ്ങനെ അരച്ചാൽ മതി, എന്നാൽ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പീസായിട്ട് കിടക്കാത്ത രൂപത്തിലൊന്ന് ചതച്ച പോലെയാണ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്താക്കണം, പിന്നെ നീര് മാത്രം എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിപ്പെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ ഹോളുള്ള അങ്ങനത്തെ അരിപ്പാണ് കേട്ടോ. വലിയ ഹോളുള്ള ആയാലും ഇതിലുള്ള തരികളൊക്കെ കൈക്ക് വീഴും. പിന്നെ ഈ അരിക്കുന്ന സമയത്ത് അതിലുള്ള പീസുകൾ ആ വെള്ളത്തിലോട്ട് വീഴാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവും ചെറിയ പീസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇടുമ്പോഴൊക്കെ ഒരുമാതിരി ബുദ്ധിമുട്ടായി വരും, ക്ലോസ് ചെയ്യാൻ കിടക്കും. അപ്പോൾ ആ കരികളൊന്നും വീഴാതെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇപ്പം ഞാനിവിടെ അതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് വരുന്നില്ല. സ്പൂൺ കൊണ്ടാക്കിയിട്ട് ആ വീഡിയോസിലൊക്കെ ഓരോ കണ്ടപ്പോൾ അങ്ങനെ വരുന്ന കണ്ടിന്യൂ വെച്ച് ഞാനിങ്ങനെ ആക്കിയിട്ട് വരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് നന്നായിട്ട് പിഴിയണം. അപ്പം നല്ല ജ്യൂസൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങനെ അതിലുള്ള ഫുൾ ജ്യൂസ് നല്ലതായിട്ട് അമർത്തി ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് ഈ ഒരു പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി സാധനം നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനും തോരനൊക്കെ വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിന്. അപ്പോൾ എനിക്ക് ടോട്ടലി ഇത്ര ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ തന്നെ ധാരാളം കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുമ്പോൾ അത് നീര് മാത്രമാവും. എന്നിട്ട് ആ ഒരു ടൈമിൽ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ഞാനത് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകും വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇട്ടണം കേട്ടോ.
ഇനി അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാഞ്ഞാൽ അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലാഞ്ഞാൽ കരിയും, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി അത് തണുത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അലോവേറ ജെല്ല് ആഡ് ചെയ്യുക, കറ്റാർവാഴൻ്റെ ജെല്ല്. അത് അപ്പോൾ ഞാനത് ഇട്ടത് കാണിക്കാൻ വിട്ടുപോയിട്ടോ, വീഡിയോയിൽ അത് മിസ്സായിപ്പോയി. അപ്പോൾ അലോവേറ ജെല്ലും ആഡ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇപ്പം എനിക്ക് വേറെ പാത്രമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ചെറിയൊരു കുപ്പീൻ്റെ മൂടിയിലാണ് ആക്കി വെച്ചത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വീഡിയോയിൽ വേഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ ആ ചെറിയൊരു ബീട്രൂട്ടിൽ നിന്ന് ഇത്ര ലിപ് ബാം കിട്ടിയിരുന്നു കേട്ടോ. ഇനി ഞാനത് എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ലതാണ്. ലിപ്പിത്തെ ഡാർക്ക്നെസ് പോവാനും ലിപ്പിന് നല്ലൊരു കളർ കിട്ടാനൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലിപ്പ് ബാം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.